ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. കളങ്കാവൽ റിവ്യൂയിലേക്ക് വരാം. ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ളത് പോലെ തന്നെയാണ്. പക്ഷേ മിസ്റ്ററി എന്നുള്ള സാധനം നല്ലതുപോലെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം പറയേണ്ടി വരും. കാരണം ഇത് ഓൾറെഡി റിവീൽ ചെയ്യപ്പെട്ട് ആ കുറ്റവാളിയിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു ട്രാക്ക് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടല്ലോ, ട്രാക്ക് ചെയ്യേണ്ട രീതിയാണ് ഈ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. അത് ഒരു പരിധിവരെ അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ചിലവരുടെ പെർഫോമൻസ്, പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അദ്ദേഹം പല സിറ്റുവേഷൻസിലും അദ്ദേഹത്തിൻ്റെ സീൻസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും അതൊരു സ്റ്റൈലിലൊക്കെയാണ് പോയിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്നുള്ളത് പോലെ തന്നെ ഇതിനകത്ത് വേറൊരു രീതിയിലാണ് അത് പോർട്രേ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് പുതിയതല്ല, കാരണം നായകൻ പിന്നെ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫീല് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. 2010 ഇറങ്ങിയ മിസ്റ്ററി ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെയൊക്കെ LJP ചെയ്ത ഒരു സിനിമയാണ് ഇന്ദ്രജിത്ത് നായകനായിട്ടുള്ള നായകൻ. അപ്പം അതിൻ്റെ ഒരു കഥ പറച്ചിലിൻ്റെ രീതി എന്ന് പറയുന്നത് ആ കഥകളിയുടെ ഓരോ സെക്ഷൻസുകളുണ്ടല്ലോ, തോടയം, കേളികൊട്ട് എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിൽ കാർഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടാണ് സീക്വൻസിലേക്ക് പോകുന്നത്. കളങ്കാവലിലും ആ രീതി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നായകൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു പരിധിവരെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിധിവരെ ഈ ക്യാറ്റ് ആൻഡ് മൗസ് അല്ലെങ്കിൽ ആ ഒരു കില്ലറിനെ ചേസ് ചെയ്ത് പിടിക്കുന്ന ഒരു സംഭവം എവിടേക്കോ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിന് കാസ്റ്റിംഗ് പലയിടത്തും, എനിക്ക് പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്, കാസ്റ്റിംഗ് പലയിടത്തും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നി. കാരണം ആ കില്ലറിൻ്റെ ലൈഫിൽ അദ്ദേഹം ചൂസ് ചെയ്യുന്ന സ്ത്രീകൾ, ആ ഒരു കഥാപാത്രങ്ങളിലേക്ക് വെച്ചിരിക്കുന്ന ആക്ട്രസസ് ഒരിക്കലും ഈ കില്ലറുമായിട്ടുള്ള കില്ലർ മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കെമിസ്ട്രി അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല പല രീതിയിലും. അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. ഒരു കല്ലുകടിയായിട്ട് നിൽക്കുന്നുണ്ട്. മമ്മൂട്ടി നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ കൂടെയുള്ള കഥാപാത്രങ്ങൾ അവർ അങ്ങോട്ട് അതും സിങ്ക് ആവുന്നില്ല പല രീതിയിലും. രജീഷ വിജയൻ അങ്ങനെയുള്ള മാളവിക മോഹൻ ആക്ട്രസസിനെയാണ് ഇതിനകത്ത് ഈ റോളുകളിലേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളൊരു, ഭയങ്കര ഡൈജസ്റ്റബിൾ അല്ല എന്ന് തോന്നി. ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് നല്ല എഡിറ്റിംഗ് ആയിരുന്നു, നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആ മ്യൂസിക് ഇട്ട് ഈ സിനിമയുടെ ആ സ്വഭാവം ഉണ്ടല്ലോ, മിസ്റ്ററി ത്രില്ലർ എന്നുള്ള സാധനം, അല്ലെങ്കിൽ ഒരു ഭയങ്കര ചേസി ത്രില്ലർ എന്നുള്ള സാധനത്തിൻ്റെ ഭയങ്കരമായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, അതും ഈ 3 സെക്ഷൻസും അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള തോന്നിയത്. മമ്മൂട്ടിയുടെ പെർഫോമൻസ്, ഈ പറഞ്ഞ 3 ഘടകങ്ങൾ ഭയങ്കരമായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല ആ ഒരു കഥയുടെ സ്വഭാവത്തിന് ഭയങ്കരമായിട്ട് ആപ്റ്റ് ആവുന്നൊരു കോസ്റ്റ്യൂംസ് ഒക്കെ ആയിരുന്നു. ഈ വിനായകൻ്റെ റോൾ ഭയങ്കരമായിട്ടും പലയിടത്തും എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിനായകനെ കൊണ്ട് ഒന്നും അങ്ങോട്ട് അത് റോള് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന പോലെയാണ് തോന്നിയത്. അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല ആ റോളിലേക്ക്. അദ്ദേഹം പോലീസുകാരനായിട്ട് തന്നെ അങ്ങ് മസിൽ പിടിച്ച് അഭിനയിക്കുന്നൊരു പ്രവണതയാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രകടമാണ്. അത് ഭയങ്കര പല സീനുകളിലും ബോറായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് സുപ്പീരിയർ ഓഫീസറായിട്ട് സംസാരിക്കുന്ന സീക്വൻസുകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന് പകരം വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ എന്ന് തോന്നിപ്പോയി. നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളിലും ഒരു ചടുലത ഉണ്ടായിരിക്കണമല്ലോ. ഇത് വിനായകനെ കൊണ്ട് അതങ്ങോട്ട് കൂട്ടിയാൽ കൂടുന്നില്ല എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. ഡയലോഗ് ഡെലിവറി ആയാലും ഭയങ്കര അമച്വറിഷ്, അതിൻ്റെ കൂടെ തന്നെ മസിൽ പിടുത്തം എന്നുള്ളൊരു ഫീല് നന്നായിട്ട് പ്രകടമാകുന്നുണ്ട്. പിന്നെ സിനിമയുടെ സ്വഭാവത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും എല്ലാവരുടെയും കപ്പിലുള്ള ഒരു ചായയല്ല. കാരണം ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. ഡയറക്ഷൻ നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ, അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാസ്റ്റിങ്ങിലാണ് ചിലയിടത്തൊക്കെ സിനിമ പാളിപ്പോയതുപോലൊരു ഫീല് വന്നത്. ആൻഡ് ഓവറോൾ മമ്മൂട്ടിയുടെ പേരിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങൾ, ഇതൊക്കെയാണ് സിനിമയ്ക്കൊരു അത്യാവശ്യമെങ്കിലും താളം നൽകുന്നത്. ആൻഡ് കളങ്കാവൽ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലതാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു വിഷമമുണ്ട്. നല്ല കാസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സിനിമ ഈ സിനിമയുടെ പോക്കെന്ന് പറയുന്നത് വേറൊരു രീതിയിലായി പോയിനെ. ബൈ, റെട്രോ കാതികൻ.